blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ 4ാമത്തെ ദിവസത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കരിയമ്പാടിയിൽ നിന്നുള്ള ജോസഫ് ആൻഡ് ഫാമിലി നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കൂട്ടത്തിലുള്ള മറ്റു പലർക്കും കൂടെ വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജോസഫിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ 2 മക്കൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പകരണമേ. ആത്മീകമായ അനുഗ്രഹങ്ങൾ മുഴു കുടുംബത്തിൻ്റെ മേലും അങ്ങ് പകർന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ നിന്നുള്ള ഗീവർഗീസ് മാത്യൂസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഫ്ലാറ്റ് വിറ്റ് കിട്ടുവാനുള്ള തുക എത്രയും പെട്ടെന്ന് ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ആൻറ്റിയുടെ പേര് മറിയാമ്മ എന്നാണ്. ആൻറ്റി പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് 2014 ആണ് ഏപ്രിൽ മാസത്തിൽ ഈ ആൻറ്റിക്ക് ശരീരത്തിൽ വലിയ ക്ഷീണവും തളർച്ചയും, ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയും തോന്നി. അപ്പോൾ ഈ ആൻറ്റി ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. ചെക്കപ്പുകൾ നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ ശരീരത്തിൽ തൈറോയിഡിൻ്റെ അളവ് വളരെ അധികമായി വർദ്ധിച്ചിരിക്കുവാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സർജറി നടത്തി അത് മാറ്റിക്കളയണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, സർജറി നടത്താൻ എൻ്റെ കയ്യിൽ പണമില്ല, കുറച്ച് സാവകാശം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനിയും താമസിച്ചാൽ ഇനിയും വലിയ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ഓപ്പറേഷൻ നടത്തണം, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, വേഗം അടുത്ത ഒരു ദിവസം തന്നെ ഡേറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു താൻ തിരികെ പോന്നു. ഏതാണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഇത് സംഭവിച്ചത്. ജൂൺ മാസത്തിൽ ആൻറ്റിയുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. മക്കളെല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു. ജൂൺ മാസത്തിൽ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഡേറ്റും ഫിക്സ് ചെയ്തു. ഈ ആൻറ്റി സ്ഥിരമായി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് അന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കൂടെ കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ അന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ താൻ കാണുവാനിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ഇന്ന് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടി ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഓപ്പറേഷൻ യേശു കർത്താവ് തന്നെ ഇപ്പോൾ നടത്തുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ സമയം ആൻറ്റി മുറിയിൽ കിടന്ന് ആത്മാവിൽ തുള്ളിച്ചാടാൻ തുടങ്ങിയെന്നാണ് ആൻറ്റി പറഞ്ഞത്. അതിനുശേഷം വൈകുന്നേരം തൻ്റെ മകൾ വിളിച്ചു, വിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, അമ്മ എന്താ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, പോകാതെ തന്നെ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞത് പിന്നീട് അതിന് ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടി താൻ പോയിട്ടില്ല. പക്ഷേ ആ ദിവസത്തിന് ശേഷം തൻ്റെ ശരീരത്തിൽ തളർച്ചയും ക്ഷീണമോ അതുപോലെ തൈറോയ്ഡ് കൊണ്ടുള്ള ഒരു അസുഖങ്ങളും തനിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും താൻ ആരോഗ്യവതിയായിരിക്കുന്നു എന്നാണ് ഈ ആൻറ്റി പറഞ്ഞത്. അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാമോ? സമയത്ത് ബ്രദർ അത് പറഞ്ഞപ്പോൾ എന്താ അമ്മച്ചിക്ക് തോന്നിയത്? TV-യിലൂടെ ബ്രദർ അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നെ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യണത് എന്ന് തോന്നി. ഞാൻ TV-യുടെ മുന്നിൽ കിടന്ന് തുള്ളിച്ചാടി പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ
ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ തൊണ്ടയിൽ നിന്ന് എനിക്ക് എന്തോ ഇറങ്ങി പോകുന്ന പോലെ തോന്നി. തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെ തോന്നി. കഴിഞ്ഞ ദിവസം പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തത് ശരീരം മുഴുവനും നീർക്കെട്ടുണ്ടായി. നീർക്കെട്ടുണ്ടായ സമയത്താണ് ആൻറ്റി വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ആൻറ്റി വിചാരിച്ചു ഈ തൈറോയിഡിൻ്റെ അസുഖം വീണ്ടും വന്നതായിരിക്കുമെന്ന് കരുതി വീണ്ടും ഡോക്ടറെ കാണാനായി അവിടെ ചെന്നപ്പോൾ ഈ പഴയ സർട്ടിഫിക്കറ്റും താൻ കൂടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ ഡോക്ടർ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്തു. എന്നിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഈ സർട്ടിഫിക്കറ്റിൽ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിന് തക്കതായിട്ട് ഇപ്പോൾ തൈറോയിഡിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആൻറ്റിയുടെ ശരീരത്തിൽ കാണുന്നില്ല എന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. സൗഖ്യമായി കഴിഞ്ഞു. വീണ്ടും ഈ ഡോക്ടറെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചെക്കപ്പ് നടത്തി കഴിഞ്ഞ് വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, ആൻറ്റിയുടെ കിഡ്നി തകരാറിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ശരീരം മുഴുവനും നീർക്കെട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ തുടർന്നും നടത്തണമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ വീണ്ടും ആൻറ്റി ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, ഡേറ്റ് ആൻറ്റിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 2015 ജനുവരി ഫെബ്രുവരി മാസത്തിലാണെന്നാണ് ആൻറ്റി പറയുന്നത്. TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും ഡാമിയൻ ബ്രദർ വിളിച്ചു പറഞ്ഞു, കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് എന്ന് പറഞ്ഞു. ആൻറ്റി അതും ഏറ്റെടുത്തു. തൻ്റെ ശരീരത്തിലെ കിഡ്നികളെ യേശു സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആൻറ്റി പറയുന്നത് വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ആൻറ്റിയുടെ കിഡ്നിക്ക് വീണ്ടും ഒരു കംപ്ലൈൻറ്റും ഇല്ല, പൂർണ്ണ ആരോഗ്യമായിരിക്കുന്നു എന്ന് വീണ്ടും പറഞ്ഞു. അങ്ങനെ 2 അത്ഭുതങ്ങൾ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു. ഒന്ന്, തൈറോയ്ഡ് കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി, ആ സർജറി മാറ്റി. കിഡ്നിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഒരു ഓപ്പറേഷൻ പോലെ പറഞ്ഞിരുന്നു, അതും കർത്താവ് സൗഖ്യമാക്കി. കൈകൾ നീട്ടി അമ്മയ്ക്ക് നേരെ ഒന്ന് കൈകൾ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും. കർത്താവെ, ഞങ്ങൾ ഈ അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതത്തിൽ ഇനിയും വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ഉണ്ടാകട്ടെ. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവിനെ സ്തുതിക്കുന്നതാകട്ടെ. അനേകരുടെ ജീവിതത്തിലേക്ക് സൗഖ്യം കൊണ്ടുവരാൻ തന്നെ ഉപയോഗിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രോഗസൗഖ്യം നിലനിൽക്കട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. How many of you believe that our God can do miracles? നമ്മുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. Our God is a miracle working God. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. And what we have to give to God to receive a miracle is our faith. ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം നേടിയെടുക്കുവാൻ വേണ്ടി നാം ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിശ്വാസമായിരിക്കണം. Faith is the currency that is used in the kingdom of God. ഓർക്കുക, ദൈവരാജ്യത്തിൽ വിനിമയം നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസമാണ്. Without faith we cannot please God. Hebrew 11 verse number 6. ഓർക്കുക, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. So when we are sitting here, we need to have faith in our hearts. അതുകൊണ്ട് നാം ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം ആവശ്യമുണ്ട്. Hallelujah. ഹല്ലേലൂയ. And the Holy Spirit is the bringer of faith into our hearts. ഓർക്കുക, പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തെ നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന വ്യക്തി എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. Romans 11:5 says it is through the Holy Spirit that we receive faith. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം കാണുന്നു, പരിശുദ്ധാത്മാവിലാണല്ലോ വിശ്വാസത്തെ നാം സ്വീകരിച്ചിരിക്കുന്നത്. Somebody shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലോ. The first category of miracles that we come across in the Bible is extraordinary miracles of God. ബൈബിളിൽ നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ ആദ്യത്തെ വിഭാഗത്തിൽ പെടുന്ന അത്ഭുതങ്ങൾ എന്നുള്ളത് അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങളാണ്. There are a lot of different kinds of miracles happening by God. ദൈവത്താൽ സംഭവിച്ചിട്ടുള്ള അനേക അത്ഭുത വിഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ We സാധിക്കും. are going to read Acts chapter 19 verse number 11 and 12. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം ഈ സമയത്ത് നാം വായിക്കാൻ പോകുകയാണ്. God did extraordinary miracles through Paul, verse number 12, so that even
handkerchiefs and aprons that had touched him were taken to the sick, and their illnesses were cured, and the evil spirits left them. അപ്പസ്തോല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. ദൈവം പൗലോസിലൂടെ അസാധാരണങ്ങളായ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്പർശനമേറ്റ തുവാലയും മേൽവസ്ത്രവും കൊണ്ടുവന്ന് രോഗികളുടെ മേലിടുമ്പോൾ അവരുടെ രോഗങ്ങൾ സുഖപ്പെടുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും ചെയ്തു. Once Paul was against the gospel, against Christ and against all Christians. ഒരിക്കൽ പൗലോസ് ഈ സുവിശേഷത്തിനും ദൈവത്തിനും ദൈവമക്കൾക്കും എതിരായിരുന്ന വ്യക്തിയായിരുന്നു. Some of you sitting here, some of us were against God. നമ്മളിലിരിക്കുന്ന ചില ആളുകളൊക്കെ ഒരു സമയത്ത് ദൈവത്തോട് എതിർപ്പുള്ള വ്യക്തികളായിരുന്നു. But by his grace, God embraced us with his unconditional love. എന്നാൽ അവന്റെ കൃപയാൽ അവന്റെ നിത്യമായ വ്യവസ്ഥകൾക്ക് അതീതമായ സ്നേഹത്തിലേക്ക് നമ്മെ കെട്ടിപ്പുണർന്നു കൊണ്ടുവന്നിരിക്കുകയാണ്. And we thank the Lord for that. കൈകൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന് നന്ദി യേശുവേ എന്നൊന്ന് പറയാമോ? Once we all were anti-God people. ഒരിക്കൽ നാം എല്ലാവരും ദൈവത്തോട് എതിർപ്പായിരുന്ന വ്യക്തികളായിരുന്നു. But no one can escape the love of God. എന്നാൽ ദൈവ സ്നേഹത്തിൽ നിന്ന് ആർക്കും പിടികൊടുക്കാൻ പറ്റാതെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. The love of God is following you and chasing you and catching you. You cannot escape God. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ പിൻഗമിക്കുകയാണ്, നിങ്ങളെ പിന്തുടർന്നു പിടിക്കുകയാണ്. ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്കാർക്കും മറുതലിച്ച് വിട്ടുപോകാൻ സാധ്യമല്ല. Can you say amen? എത്ര പേർ ആമേൻ പറയും? Hallelujah. ഹല്ലേലൂയ. So Paul was such a man. He was moving against the move of the Holy Spirit. പൗലോസ് ഇതുപോലെ പരിശുദ്ധാത്മാവിന് എതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. But one day he surrendered his life to Christ. എന്നാൽ ഒരിക്കൽ അവന്റെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി അവൻ സമർപ്പിച്ചു. Hallelujah. ഹല്ലേലൂയ. And Paul, when he was going against God, the love of Christ came, chased him, followed him, and captured him. ഓർക്കുക, പൗലോസ് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ സ്നേഹം അവനെ കടന്നു പിടിക്കുവാനിടയായി. Once he surrendered his life to Jesus, ഒരിക്കൽ യേശുവിന് വേണ്ടി തന്റെ ജീവിതം താൻ സമർപ്പിച്ചപ്പോൾ God started using him mightily. ദൈവം അവനെ അതിശക്തമായി ഉപയോഗിക്കുവാനായി തുടങ്ങി. Here in this text, it is written that when handkerchiefs and aprons that had touched Paul were taken to the sick, and their illnesses were cured, and evil spirits left them. ഇവിടെ 12-ാമത്തെ വചനത്തിൽ പൗലോസിന്റെ സ്പർശനമേറ്റ തുവാലയും മേൽവസ്ത്രവും കൊണ്ടുവന്ന് രോഗികളുടെ മേൽ ഇടുമ്പോൾ അവരുടെ രോഗങ്ങൾ സുഖപ്പെടുകയും ദുരാത്മാക്കൾ വിട്ടുപോവുകയും ചെയ്യുമായിരുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. If we believe the same thing can happen today, ഈ നിങ്ങൾ വിശ്വസിച്ചാൽ ഇതേ കാര്യങ്ങൾ തന്നെ ഇന്നും നമ്മുടെ നടുവിൽ സംഭവിക്കും. hallelujah. ഹല്ലേലൂയ. God can use anything in his hands കർത്താവിന് ഏതൊന്നെയും അവന്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാനായി സാധിക്കും. because he is a powerful God, കാരണം അവൻ ശക്തനായ ഒരു ദൈവമാണ്. because he is a mighty God. കാരണം അവൻ ശക്തനായ ദൈവമായിരിക്കുന്നത് കൊണ്ട് He doesn't need mighty things in his hands. അവന്റെ കയ്യിൽ വലിയ കാര്യങ്ങളെ അവൻ ആവശ്യം വരുന്നില്ല. Hallelujah. ഹല്ലേലൂയ. Even God can use weak vessels in his hands. കർത്താവിന് തന്റെ കൈകളിൽ ബലഹീന പാത്രങ്ങളെ പോലെ ഉപയോഗിക്കാൻ God can സാധിക്കും. use uneducated people. ദൈവത്തിന് വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തികൾ God ഉപയോഗിക്കാൻ can use weak people. ദൈവത്തിന് ബലഹീന വ്യക്തികൾ ഉപയോഗിക്കാൻ God സാധിക്കും. can use anyone. ആരെയും കർത്താവിന് ഉപയോഗിക്കാൻ സാധിക്കും. Here, even handkerchiefs and aprons that has touched the body of Paul were taken, and when they put it on sick people, they got healed. ഓർക്കുക, പൗലോസിന്റെ തുവാലയും അതുപോലെ മേൽവസ്ത്രങ്ങളും രോഗികളുടെ മേൽ ഇട്ടപ്പോൾ പോലും രോഗികൾ തന്നെ സൗഖ്യമായി. He did not go there directly. അവിടെ പൗലോസ് നേരിട്ട് പോയതായി നാം കാണുന്നില്ല. Paul never laid hands for people personally. പൗലോസ് നേരിട്ട് വ്യക്തിപരമായി അവിടെ കൈകൾ വെച്ച് രോഗികൾക്ക് വേണ്ടി But when പ്രാർത്ഥിച്ചിട്ടില്ല. a piece of cloth that had touched his body that was taken to the sick people,
they got healed. എന്നാൽ പൗലോസിന്റെ ശരീരത്തെ സ്പർശിച്ച തുണി കഷ്ണങ്ങൾക്ക് അവിടെ വന്നപ്പോൾ തന്നെ അവിടെ സൗഖ്യം കൊടുക്കുവാനായി സാധിച്ചിരിക്കുകയാണ്. Many years back, a miracle happened in our life and in our ministry. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ സംഭവിച്ചു. One miracle especially that comes to my mind is this. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന പ്രധാനപ്പെട്ട ഒരു അത്ഭുതം ഇതാണ്. One brother had twin children. ഒരു One boy and one girl. ഒരു സഹോദരന് രണ്ട് ഇരട്ട കുട്ടികളാണുള്ളത്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. They were only few months old and both of them were admitted in different hospitals. അവർ ചില മാസങ്ങൾ മാത്രം പ്രായമുള്ള സമയത്ത് രണ്ട് വ്യത്യസ്തമായ ഹോസ്പിറ്റലുകൾ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. And they were struggling going from this hospital and to that hospital. They were divided. ഇപ്പോൾ രണ്ട് ഹോസ്പിറ്റലുകളിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഒരേ സമയം കിടക്കുന്നതുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്കും ഈ ഹോസ്പിറ്റലിലേക്കും ഓടി നടന്ന് അവർ കഷ്ടപ്പെടുകയാണ്. Both the children were struggling. രണ്ട് കുട്ടികളും കഷ്ടപ്പെടുകയാണ്. They were about to die. ഏതാണ്ട് മരണാസന്നമായി കുഞ്ഞുങ്ങൾ തീർന്നിരിക്കുന്നു. We rushed to the hospital. ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. But the problem was that nobody was allowed to enter in the ICU. എന്നാൽ പ്രശ്നം ഇതായിരുന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് ICUവിനകത്തേക്ക് ആരെയും അനുവദിക്കുന്നില്ല. We were not allowed to go in. അതിനകത്തേക്ക് പോകുവാൻ ഞങ്ങളെയും അനുവദിച്ചില്ല. Finally, we planned to pray over a kerchief and send it to an ICU. ഒടുവിൽ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, ഒരു കർച്ചീഫ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് NICU അകത്തേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു. But they denied. എന്നാൽ അവർ അതും സമ്മതിച്ചില്ല. No piece of cloth from outside can be admitted in. അവർ പറഞ്ഞു, പുറത്തു നിന്നുള്ള ഒരു തുണി കഷ്ണം പോലും ഇതിനകത്തേക്ക് കയറ്റുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. Because the babies inside, they were critical and the infection can come. കാരണം കുഞ്ഞ് ഇപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലാണ്, മരണാസന്നമായിരിക്കണം. അതുകൊണ്ട് ഇൻഫെക്ഷനുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു തുണി കഷ്ണം പോലും കയറ്റില്ല എന്ന്. The veranda of the hospital, we started praying. എന്നാൽ ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. And finally, one nurse cooperated with us. എന്നാൽ ഒടുവിലായിട്ട് ഒരു നേഴ്സ് ഞങ്ങളോട് സഹകരിച്ചു. She agreed to take the piece of cloth in. അവൾ ആ ഒരു തുണി കഷ്ണം അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവൾ സമ്മതിച്ചു. So we prayed over the piece of cloth. ഞങ്ങൾ ആ തുണി കഷ്ണത്തിൽ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. And the nurse took it in. എന്നിട്ട് നേഴ്സ് അകത്തേക്ക് അത് കൊണ്ടുപോയി. And wrapped the baby in that cloth. ആ ക്ലോത്തിൽ ആ കുഞ്ഞിനെ പൊതിഞ്ഞു വെച്ചു. And God did a miracle. ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്തു. Within a few hours, the baby recovered from everything. ചില മണിക്കൂറുകൾക്ക് ശേഷം ആ കുഞ്ഞ് മരണത്തിൽ നിന്ന് പുറത്തു വന്നു. Both of the babies are still alive. രണ്ട് കുഞ്ഞുങ്ങളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. God is a God of miracles. ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. The same God can perform a miracle if you believe in Him. എന്നാൽ ഇതേ ദൈവത്തിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. When we believe God, we are honoring Him. ഓർക്കുക, നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ സത്യത്തിൽ നാം ദൈവത്തെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. In effect, we are telling Him, Lord, you are capable enough, able enough to do a miracle in our life. നാം വിശ്വസിക്കുമ്പോൾ മറ്റൊരു വിധത്തിൽ നാം ചെയ്യുന്നത്, ദൈവത്തോട് നാം സമ്മതിക്കുകയാണ്, ദൈവമേ, എൻ്റെ ഈ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിവുണ്ട്, നീ ശക്തനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം. Hallelujah. ഹല്ലേലൂയ. The second category is the sovereign miracles of God. രണ്ടാമത്തെ അത്ഭുതത്തിന്റെ വിഭാഗം എന്നുള്ളത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള അത്ഭുതങ്ങളാണ്. Sometimes God does not need anyone's cooperation or help. ചില സമയങ്ങളിൽ മനുഷ്യരുടെ ആരുടെയും സഹായം ആവശ്യമില്ലാത്ത സമയങ്ങൾ ദൈവത്തിനുണ്ട്. Most of the things that the Lord does here is with a partnership with human beings. ദൈവം ഈ ഭൂമിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മനുഷ്യരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ഭൂമിയിൽ അവൻ ചെയ്യുന്നത്. Almost everything God loves to do with our partnership. ദൈവം മിക്കവാറും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പങ്കാളിത്തത്തോടെ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്, അവൻ അതിൽ സന്തോഷിക്കുകയാണ്. Taking the message of the gospel to the uttermost parts of the world, God is not doing directly.
God is calling His children to carry forward this work. ദൈവത്തിൻ്റെ ഈ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുക എന്ന് പറയുന്ന ദൗത്യത്തിന് വേണ്ടിയിട്ട് ദൈവം അത് തനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും താൻ അത് ചെയ്യുന്നില്ല. മനുഷ്യരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് താൻ ആ ശുശ്രൂഷകൾ ചെയ്തു തീർക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So, but at the same time, let's remember that our God is a sovereign God. എന്നാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം പരമാധികാരിയായിട്ടുള്ള ഒരു ദൈവം കൂടിയാണ്. In His will, He can do anything in this world. ഈ ലോകത്തിൽ ഏത് കാര്യവും അവന് തനിയെ ചെയ്യുവാനായിട്ട് സാധിക്കും. Shall we read one more scripture portion? ഒരു വചനം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. Acts chapter 5, അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം verses 17 through 20. അതിന്റെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. Then the high priest and all his associates who were members of the party of the Sadducees were filled with jealousy. അപ്പോൾ മഹാപുരോഹിതനും അദ്ദേഹത്തിന്റെ പക്ഷക്കാരായ സദൂക്യരും അസൂയ നിറഞ്ഞവരായി. Because the apostles who were uneducated were being used by God mightily with miracle signs and wonders. എന്തുകൊണ്ട് അസൂയക്കാരായെന്ന് ചോദിച്ചാൽ, അക്ഷരാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത മുക്കുവന്മാരായിട്ടുള്ള അപ്പസ്തോലന്മാർ ശക്തമായി ദൈവപ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And they were filled with jealousy. എന്ന് മാത്രമല്ല, അവർ അസൂയ നിറഞ്ഞവരായി. Verse number 18, they arrested the apostles and put them in public jail. അവർ അപ്പസ്തോലന്മാരെ ബന്ധിച്ച് പൊതു തടവിലാക്കി. Then, but during the night, an angel of the Lord opened the doors of the jail and brought them out. എന്നാൽ 19-ാമത്തെ വചനത്തിൽ, എന്നാൽ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. And for that, God does not need anyone's recommendation or anyone's cooperation. ഈ കാര്യം നടപ്പിലാക്കുവാൻ വേണ്ടി ആരുടെയും സഹകരണമോ ശുപാർശയോ പോലും ദൈവം തമ്പുരാന് ആവശ്യമില്ല. How many of you believe that the God of the miracles can still do miracles today? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഇന്നും ഈ കാലത്തും അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്നതിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിലേക്ക് നോക്കിയ എല്ലാവരും പ്രകാശിതരായിട്ടുണ്ടല്ലോ. അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. കർത്താവ്, ഇന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ മുഖം പ്രകാശിക്കത്തക്ക വിധത്തിൽ അനുഗ്രഹങ്ങളെ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ചില വിദ്യാർത്ഥികൾ, ഈ വർഷം തോറ്റുപോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ചില വിദ്യാർത്ഥികൾ, ഇപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായുള്ള ഒരു അനുഗ്രഹത്തെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധി മേഖലയിൽ കർത്താവെ ഒരു വലിയ വ്യത്യാസം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷം നല്ല ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില കുട്ടികളുടെ മോഡൽ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അങ്ങനെയുള്ള ചില കുട്ടികൾ കർത്താവെ, അത്ഭുതകരമായ വിടുതൽ ഈ സമയത്ത് അവരുടെ കർത്താവെ ശാരീരികമായിട്ടും അതുപോലെ അവരുടെ ബൗദ്ധിക മേഖലയിലും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല റിസൾട്ട് അങ്ങ് നൽകണമേ എന്ന് കൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ചില രോഗികൾ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കുകയാണ്. ഷോക്കേറ്റിട്ടുള്ള ചില രോഗികൾ, ഷോക്കേറ്റ് നിമിത്തമായിട്ട് ഇന്നും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില രോഗികൾ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കൾ, അത്ഭുതകരമായൊരു വിടുതൽ കർത്താവ് അങ്ങ് ചെയ്തതിനായി നന്ദി. മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി അങ്ങ് വെളിപ്പെട്ട് വരുന്നത് കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങ് തെളിയിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാൻ സാധിക്കാത്ത ഒരു രോഗി, നിങ്ങൾ ഖര രൂപത്തിലുള്ള ഭക്ഷണങ്ങളല്ല, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. പക്ഷെ ഒരു വലിയ മാറ്റം കർത്താവ് ഇപ്പോൾ ആ രോഗിക്ക് നൽകുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവെ നല്ല ആഹാരങ്ങൾ, കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ ഒക്കെ കഴിക്കുവാനുള്ള ദൈവികമായ അനുഗ്രഹത്തെ അങ്ങ് പകരണമേ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ഭാര്യയും ഭർത്താവും 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, കർത്താവെ ഒരു വലിയ അനുഗ്രഹം അവർക്ക് കൊടുത്ത് അവർ 2 പേരും ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്നുകൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹൃദ്രോഗങ്ങൾ ഈ സമയത്ത് മാറിപ്പോകുന്നതായി കർത്താവിനെ കാണിക്കുകയാണ്. അതുപോലെ ലങ്സിനകത്തുള്ള ക്യാൻസർ ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കുകയാണ്. അതുപോലെ തന്നെ രക്തത്തിലുള്ള ചില അണുക്കളുടെ പ്രശ്നങ്ങൾ ഈ സമയത്ത് കർത്താവ് എടുത്ത് മാറ്റിക്കളയുകയാണ്. ഹല്ലേലൂയ. കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ദൈവിക നന്മകളാൽ നിറച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ആറ്റിങ്ങലിലാണ്. മറ്റന്നാൾ മുണ്ടക്കയത്തുമാണ് നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരിക, നേരത്തെ വരിക, നേരത്തെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പോടെ വരിക. വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.